3 ഫയൽ ഇടുന്നുണ്ട്. ആ 3 ഫയലും അത് മാറ്റി വെച്ചോളൂ കേട്ടോ. സെക്കൻഡ് ഫയല് അത് ഇവിടേക്കുള്ളതാണ്. നിങ്ങളാരാ? ഞാൻ ഫിയാൻസിയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ താമസം? ആ. എന്താ താങ്കളുടെ ജോലി? ഇവന്റ് മാനേജിങ്. നിങ്ങളുടെ വർക്ക് മാരേജിൻ്റെ റിപ്പോർട്ട് ഓഫീസിലൊന്ന് സബ്മിറ്റ് ചെയ്യണത്. എൻ്റെയോ? ആ, ഒരു കോപ്പി ഉണ്ട് കേട്ടോ, അത് മാറ്റി വെച്ചോളാം. അവിടെ വെച്ചോ. ഓക്കെ. നിങ്ങളിപ്പോൾ വിളിച്ചോളം ഓഫീസിലേക്ക് വന്നിരിക്കും. ശരി. ബാങ്ക് ഷാ, ഞാൻ ചെയ്തോളാം. ഷാൻ ഇറിറ്റേറ്റഡ് ആണ്. ഷാൻ ഇതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. റീഡിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞോ? അവര് വീട് കാണിച്ചു വെച്ചിരിക്കുന്നു നോക്ക്. എൻ്റെ ലാപ്പ് എടുത്ത് എന്തൊക്കെയോ നോക്കി. എൻ്റെ വർക്ക് സേവ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. പോരാത്തതിന് ഓരോരോ കുത്തി ചോദ്യം. നേരത്തെ പറഞ്ഞല്ലേ ഇതൊക്കെ ഉണ്ടാവുന്നു. എന്നാൽ നീ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. ഐ എം സോറി. ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് പറയുന്നത്. എനിക്കുണ്ട് ഫ്രസ്ട്രേഷനൊക്കെ. ഷാൻ അതെന്താ മനസ്സിലാക്കാത്ത? Next week എന്താ പരിപാടി? ഡേവിഡ് ഹാളിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഐ എം പ്ലാനിങ് ടു ഗോ. If you want to join with me. I like the bubble of ours. Just നമ്മൾ രണ്ടാളും മാത്രമുള്ള ലോകം. അതിലേക്ക് റിയൽ ലൈഫ് കൊണ്ടുവരണം. എന്താ ഇത് റിയൽ അല്ലേ? അങ്ങനെയല്ല, ദിസ് ഇസ് റിയൽ ഹിയർ. ജസ്റ്റ് നമ്മൾ മാത്രമുള്ളപ്പോൾ പുറലോകത്തേക്ക് വന്നാൽ ദിസ് വിൽ ചേഞ്ച്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഇതിപ്പോൾ എങ്ങനെയാണോ അത് അങ്ങനെ ഇരിക്കട്ടെ. So you don't want to come with me, അല്ലേ? Yeah. Okay. ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. നമുക്കൊന്ന് ഇറങ്ങിയാലോ? Okay. Sam. Also, don't call or message until I do. Just I like to keep things separate. Sure. Fine. ഹലോ, അവിടെ എന്തായി? ഞാൻ വിളിക്കാം. ആരെ വിളിച്ചേ? ഒരു ഫ്രണ്ട്. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? സത്യം പറ, നീ ഇപ്പോൾ ഓഫീസിലേക്കല്ലേ വിളിച്ചേ? ഇവിടെ അവർ കുറച്ചു മുമ്പ് എന്താ വന്ന് പറഞ്ഞിട്ട് പോയേ? ഈ എൻക്വയറി കഴിയുന്നോടം വരെ ഓഫീസിലേക്ക് വിളിക്കരുതെന്നാണോ? അങ്ങോട്ട് വിളിക്കാതെ എങ്ങനെ അവിടെ എന്താ നടക്കുന്നത് അറിയാം? ഇവിടെ ആദ്യം എൻക്വയറി തീർന്നാൽ അവിടെ എന്താ നടക്കുന്നത് അവർക്കും പറയാൻ പറ്റുള്ളൂ. ഷാൻ, ഇന്നിപ്പോൾ ഇവിടെ റെയ്ഡ് നടന്നു. നാളെ ഇനി എന്താണെന്നാവും അവിടെ നടക്കുക? താൻ തെറ്റുകാരനെല്ലാം തനിക്കറിയാമെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? ഷാൻ, എൻക്വയറി തീരാൻ വർഷങ്ങളെടുക്കും. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ആദ്യം ഒന്ന് സ്റ്റാർട്ടാവട്ടെ.
ഈ എൻക്വയറി ഒന്ന് സ്റ്റാർട്ട് അവിടെ താൻ വെറുതെ എടുത്തിയാടി അതിബുദ്ധി കാണിക്കില്ലേ? അല്ലെങ്കിൽ ഷാനിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഷാനിന് ഗവൺമെൻറ് ജോലിയൊന്നും അല്ലല്ലോ. അങ്ങനത്തോട്ട് ബുദ്ധിമുട്ട് എങ്ങനെ ഷാനിന് മനസ്സിലാവും? ഇന്നിപ്പോൾ റെയ്ഡ് വന്നപ്പോൾ ഷാൻ്റെ റിയാക്ഷൻ ഞാൻ കണ്ടു. അമ്മക്കുട്ടി 2 മിനിറ്റ് ചിറ്റിക്കോളെന്ന് ചെയ്യട്ടെ. നാളെ പോവാം. മോക്ക് പനിയല്ലേ? അമ്മ എന്താ പറഞ്ഞ? പനി മാറിയിട്ട് പോവാന്നല്ലേ? നമുക്ക് നാളെ പോവാം. ആര് പറഞ്ഞു? നേരത്തെ കൂടെ പനിച്ചതല്ലേ? നമുക്ക് നാളെ പോവാം. ആ ഹലോ ചേട്ടാ കേക്ക്. ഹലോ അമ്മ മിണ്ടാതിരിക്കേ. ഹലോ മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ല അമ്മ. എത്ര നേരമായി? വിഷമായോ? ഇങ്ങോട്ട് വാ. സാരില്ല, നിങ്ങൾക്ക് പനി മാറിയിട്ട് പാർക്കിൽ പോട്ടോ. ചോക്ലേറ്റ് തരാം. എടോ, എനിക്കറിയാം താൻ ടെൻസ്ഡാന്ന്. ശരി, ഞാൻ നേരത്തെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഐ എം സോറി. ഞാൻ അപ്പോളജൈസ് ചെയ്തല്ലോ. എടോ, എല്ലാം ഓക്കെ ആവും. ട്രസ്റ്റ് മീ. താൻ്റെ കാര്യം ചെയ്ത് ഇതൊരു ബ്രേക്കാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു കാര്യം ചെയ്ത് ഇന്ന് നീ എൻ്റെ കൂടെ പുറത്തേക്ക് വാ. ഒന്നും മൂടില്ല ഷാൻ. എന്നൊരു കാര്യം ചെയ്ത് കഴിക്കേ. നമുക്ക് ആ വെൻഡേഴ്സിനെ ഒന്ന് ഫൈനലൈസ് ചെയ്യണം. താൻ ആ എസ്റ്റിമേറ്റ് എടുത്തായിരുന്നോ? രാഹുൽ, ഞാരെയും വിളിച്ചില്ല. എന്തു പറ്റി സൗണ്ട് വല്ലായിരിക്കുന്നേ? ആമിന്ന് ഭയങ്കര വാശിയായിരുന്നു പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പറഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു. ഗിൽറ്റി ഫീൽ ആയോ? പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ആൾ ഉറങ്ങാ. വല്ലപ്പോഴും കാണുന്ന ആമയല്ലടാ ഇത്. ചേച്ചിനെ സമ്മതിക്കണം. ജോബും ആമയുടെ കാര്യവും എല്ലാം ചെയ്യുന്നു. അതെ, ഞാനെന്നാ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. കുറച്ച് വർക്കും കൂടെ ഉണ്ട്. വേഗം വാ. ഓക്കെ. ഹലോ. ആ മോളെ, എന്ത് ചെയ്യാൻ നീ? ഒന്നുമില്ല. എന്നാ കുറച്ച് ദിവസം ഇങ്ങോട്ടേക്ക് വാ. ഇല്ല അമ്മ, ഇവിടെ നീ ആവശ്യമുണ്ടോ? ആ മറ്റേ കൺസൾട്ടൻസിന്ന് വീണ്ടും വിളിച്ചിരുന്നു. നീ അവരെ വിളിച്ചില്ലല്ലേ? ഒത്തുപോയി അമ്മ. എന്ന് വിളിക്കാം. എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം മോളെ. ഹലോ സർ. ഹലോ, നയനാണ്. ആ നയൻ, 1-2 പേപ്പേഴ്സ് കൂടി വേണം. അത് സബ്മിറ്റ് ചെയ്താൽ അഡ്മിഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സും പിന്നെ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ഫോർമാലിറ്റീസും അതൊക്കെ ഉള്ളൂ. ഇനി എന്ത് ഡീറ്റെയിൽസാണ് വേണ്ടത്? റിക്വയർമെന്റ്സ് ഞാൻ മെയിൽ അയക്കാം. സർ, ഇപ്പോൾ പോവാൻ എനിക്ക് ഇതിപ്പോൾ ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഒന്നുകൂടെ ആലോചിക്കൂ. ആലോചിച്ചിട്ട് പറയാം സർ. ഓക്കെ, ഓൾ റൈറ്റ്. Megha, right?
ഫസ്റ്റ് ടൈം ആണോ ഒരു ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് ആരെങ്കിലും മീറ്റ് ചെയ്യുന്നത്? അത്ര ഒബ്വിയസ് ആണോ? ഇല്ല, കണ്ടപ്പോൾ എനിക്ക് നെർവസ് ആണെന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചാൽ. ഹലോ സർ, അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്നാണ് പറഞ്ഞത്? ഒരു 1 month ടൈം ഉണ്ട്, പക്ഷേ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഞാനൊരു വീക്കിൽ കൺഫർമേഷൻ തരാം. ഓക്കെ, അധികം വൈകിക്കണ്ട. എന്തായാലും നയൻ ആലോചിച്ചിട്ട് പറയും. അയ്യോ, അരുണിങ്ങനെ എപ്പോഴും റിലാക്സ്ഡ് ആണോ? ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡൊക്കെ പോലെ? ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഫൈനലി എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തു. പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റ്? യാ, റൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയാൽ ഇറ്റ്സ് റിയലി ഗുഡ്. എന്നാലും ഒരു എങ്ങനെ മനസ്സിലാവും ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണണമെന്ന്? അതിനൊരു ടൈമായെന്നൊക്കെ എങ്ങനെ മനസ്സിലാവുന്നേ? അങ്ങനെ സമയമൊന്നുമില്ല, നമുക്ക് കാണുമെന്ന് തോന്നുമ്പോൾ പോയി കാണാം. എന്നാലും ഓക്വേർഡ് ആയിരിക്കില്ലേ? ഇതിലൊരു സേഫ് പ്ലേസ് ആയിരിക്കും അതിപ്പോൾ, എന്തും തുറന്നു പറയാൻ പറ്റുന്നൊരു സ്ഥലം. That sounds great. Yeah, it's really. അരുൺ, നമുക്കൊന്ന് ഇറങ്ങിയാലോ? Sure. I had a really nice time. It was really nice talking to you. Me too. അരുൺ, പിന്നെ ഞാനിപ്പോൾ ഒരു റിലേഷൻഷിപ്പിനൊന്നും റെഡിയല്ല. ക്യാൻ വി ബി ഫ്രണ്ട്സ്? നീ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കല്ലേ? ഒരു തെറ്റും ചെയ്ത് വീട്ടിലിരിക്കുക പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സാം. നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ടെമ്പററി ആണ്. നിനക്ക് ഉടനെ ജോലിയിലേക്ക് കയറാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് വേറെ എന്തിനെ കുറിച്ച് സംസാരിക്കാം. നീ പറ, നിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ പറ. 1 second. മേഘ്, അവളൊരു ഡേറ്റിന് പോയിട്ട് വരും. ഹലോ. എവിടെയായിരുന്നു? ഞാൻ ഷോപ്പിങ്ങിന് പോയായിരുന്നു. ബാഗ്സ് ഒക്കെ? എടാ ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം. എഡ്വിൻ. ഹായ് എഡ്വിൻ. മനസ്സിലായില്ല. സമീറ. ഓക്കെ, നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഐ തോട്ട് യു റെക്കഗ്നൈസ്ഡ് മീ. ഇപ്പോൾ ചെറിയ ഓർമ്മ. ഞാൻ കണ്ടപ്പോൾ ചുമ്മാ ഹായ് പറയാൻ വന്നതാ. ഓക്കെ. നീ പുറത്തോട്ട് പോകണതിനെ കുറിച്ച് ഷാനോട് സംസാരിച്ചോ? എൻ്റെ ലൈഫിലെ ഡിസിഷൻസ് ഒക്കെ ഞാൻ തന്നെയല്ലേ എടുക്കണ്ടേ? അയ്യോ, ഓക്കെ. അതാരായിരുന്നു? അതൊരു പരിചയക്കാരനാ. വേണം പോവാം. മാഡം, ഇനി ലേറ്റ് ആവോ? വേറെ ബുക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. മാഡം ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി ലേറ്റ് ആവുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യണമായിരിക്കും നല്ലത്. തനിക്ക് അത്ര തിരക്കുണ്ടെങ്കിൽ താൻ തന്നെ ക്യാൻസൽ ചെയ്തോ? ഓരോരുത്തർ ബുക്കും ചെയ്യും, ക്യാൻസലും ചെയ്യില്ല. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സോറിടാ, ലേറ്റ് ആയിപ്പോയി. ഷാനെന്താ ലേറ്റ് ആയ? ആ ക്ലയന്റിനെ കണ്ട് സംസാരിച്ചോണ്ട് നാളെന്ത് വർത്താനം. മനുഷ്യനെ കൊന്നു.
Everything okay? നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. സാറേ ഇനിയെങ്കിലും പോയാലോ? എൻ്റെ അമ്മ പോട്ടെ പോട്ടെ പോട്ടെ. ഇയാളും എല്ലാം പറയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോയി സംസാരിക്കാം. സാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സാം, നീ ഇന്ന് പോയി സംസാരിച്ച ആളല്ലേ നീ ഇപ്പോൾ ഡേറ്റ് ചെയ്യുന്നത്? ആള് ഒരു ഫേമസ് ഫോട്ടോഗ്രാഫർ അല്ലേ? ആള് മാരിഡ് അല്ലേ? ഐ തിങ്ക് സോ. അറിയില്ല. നിനക്ക് തോന്നുന്നില്ല ഇത് കോംപ്ലിക്കേറ്റഡ് ആവുന്നു? Complicated? This is just casual. I don't think it will be. ക്യാഷ് ലോ സാം. പിന്നെ എന്തിനാ നീ ഇത്ര അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്? അപ്സെറ്റോ? ഞാൻ അപ്സെറ്റ് ഒന്നുമില്ല. നോണ പറയണ്ട സാം, എനിക്ക് തന്നെ അറിയാലോ. എനിവേ ഇറ്റ്സ് യുവർ പേഴ്സണൽ തിങ്, ബട്ട് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഗുഡ് നൈറ്റ് മേഘ്. ഗുഡ് നൈറ്റ് സാം. ഞാൻ ഉറങ്ങാൻ പോവാം. ഇതെന്ത് ഇത്രയും പൈസയായി?